ഹായ് ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. യെസ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ +1 റിസൾട്ട് വരാൻ വേണ്ടി പോകുക അല്ലേ. നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത് അതായത് ജൂൺ ഫസ്റ്റ് വീക്ക് തന്നെ നിങ്ങളുടെ +1 റിസൾട്ട് വരും. നമുക്കറിയാം, നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നു. പക്ഷേ ഡേറ്റ് ഒന്ന് അല്ലേ, നമുക്കറിയാം ജൂൺ 3-ാം തീയതി കറക്റ്റ് സമയം നോട്ട് ചെയ്ത് വെച്ചോ. 1 മണിക്ക് എന്ത് ചെയ്യും, നമ്മുടെ റിസൾട്ട് വരും. ഓക്കെ, ഇപ്പോൾ ജൂൺ 3-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് നിങ്ങളുടെ +1 റിസൾട്ട് വരും. പക്ഷേ സംഭവം ഒന്നുമല്ല, +1 റിസൾട്ട് വരുമ്പോൾ ഇത്തവണ മാർക്ക് എന്തായിരിക്കും, A+ ആണെങ്കിൽ എത്ര പെർസെൻറ്റിൽ ഫുൾ മാർക്ക് എത്ര കുട്ടികൾക്ക് ഉണ്ടായിരിക്കും, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മറ്റൊന്നുമല്ല, +2 റിസൾട്ട് വന്നപ്പോൾ +1 +2 നമുക്കറിയാം. +2 റിസൾട്ട് വന്ന സമയത്ത് ഒരാഴ്ചയായിട്ടുണ്ട് +2 റിസൾട്ട് വന്നിട്ട്. +2 റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ ആകെ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം വെറും 41 കുട്ടികൾക്കാണ് ആകെ ഫുൾ മാർക്ക് കിട്ടിയത്. 41 തന്നെയാണ് എൻ്റെ ഊഹം. 41 കുട്ടികൾക്കാണ്, അതായത് 1200 മാർക്ക് വാങ്ങിയത്. അതുമാത്രമല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയ ആളുകൾ കുറച്ച് ടഫായിരുന്നു എന്ന് എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ ഒരു പരീക്ഷ കൂടിയായിരുന്നു +1 എക്സാം. ഇനി നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ +1 എക്സാം. നമ്മൾ കമൻറ്റ് ചെയ്തത് കൊണ്ട് എന്താണ് നിങ്ങളുടെ മാർക്ക് കൂടുകയോ കുറയുകയോ ഒന്നുമില്ല. നമ്മൾ പരീക്ഷ ഒക്കെ എഴുതി കഴിഞ്ഞു, അല്ലെങ്കിൽ പേപ്പറൊക്കെ വാല്യുവേഷൻ നടത്തി, മാർക്കൊക്കെ ഓൾറെഡി നിങ്ങളുടെ ടാബ്ലേഷൻ വർക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജിലെത്തി. ഇനി അത് പബ്ലിഷ് ചെയ്യാനുള്ളൂ. നമ്മൾ കമൻറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചതുകൊണ്ട് എന്തില്ല, മാർക്ക് കൂടുകയോ കുറയുകയോ ഇല്ല. നിങ്ങൾ എഴുതിയ കാര്യം ഓൾറെഡി സെറ്റാണ്. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റേഷൻ, നമ്മൾ പലപ്പോഴും ഒരു റിസൾട്ട് വരുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റേഷൻ എന്നൊരു സാധനമുണ്ട്. നമ്മൾ അത് ഏതൊരാളെ, ഇപ്പോൾ ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ, നമ്മൾ ഒന്നും പഠിക്കാതെ പരീക്ഷ പോയി എഴുതിയ ആളുകളും മനസ്സിലിങ്ങനെ ആഗ്രഹിക്കും, റിസൾട്ട് ഞാൻ ജയിച്ചാൽ മതി. ഇത് മനുഷ്യൻ്റെ ഉള്ളിലൊരു സാധനം. നമ്മളൊരു കാര്യം ചെയ്താലും ചെയ്തില്ലെങ്കിലും, നമ്മളതിനെ പറ്റി ഹാർഡ് വർക്ക് എടുത്താലും ഇല്ലെങ്കിലും, റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് സന്തോഷമുള്ളൊരു സാധനമാവണം. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, നമ്മൾ അതിനുവേണ്ടിയൊക്കെ ചെയ്യാറില്ലേ. പക്ഷേ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാനും നിങ്ങളോട് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഞാനും ആശംസിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ എഴുതിയ റിസൾട്ട് ഈ വരുന്ന ജൂൺ 3 1 മണിയാകുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലെത്തും. വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കാനും മറക്കണ്ട. ഇനി നിങ്ങളുടെ +1 അല്ലെങ്കിൽ +1 റിസൾട്ടുമായി എന്തെങ്കിലും നിങ്ങളുടെ കൺസേൺസോ കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിഹാൽ പെർസ്പെക്റ്റീവ് എന്നൊരു യൂട്യൂബ് ചാനൽ കൂടി, നമ്മളെ ചാനലിൻ്റെ പേര് ആദ്യം നിഹാൽ പെർസ്പെക്റ്റീവ് എന്നായിരുന്നു, നിഹാൽ സാറാക്കി മാറ്റിയിട്ടുണ്ട്. എൻറ്റയർലി എഡ്യൂക്കേഷൻ റിലേറ്റഡ് കണ്ടന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ പുതിയ ചാനൽ ലിങ്ക് ഞാൻ താഴ്ന്ന് കൊടുക്കുന്നുണ്ട്, ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ് ബേസിക്കലി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, റിസൾട്ട് വരുമ്പോൾ നമ്മൾ ഒന്നും നിങ്ങളെ ഓവർ എക്സ്പെക്ട് ചെയ്യേണ്ട. നമ്മൾ എഴുതിയൊക്കെ അവിടെ ഉണ്ട്, പ്രാക്ടിക്കലായി എന്ത് ചെയ്യുക അതിന് കാണാം. അല്ലാതെ നമ്മൾ എന്ത് എഴുതിയിട്ടും ഞാൻ ജയിക്കും ആ സാധനം നമ്മളൊന്ന് മാറ്റി വെച്ചിട്ട് ഒന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടിക്കലി നല്ല കുട്ടികളാകാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ കൺസേൺ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് നിഹാൽ സാർ യൂട്യൂബ് ചാനൽ.